ഹായ് ഫ്രണ്ട്സ്, അജു ആണ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്നലെ മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡ് അനാലിസിസ് നടത്തിയിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ വീഡിയോ വഴിയിട്ട്. പക്ഷേ ആ വീഡിയോയിൽ നമ്മൾ ഒരുപാടധികം ടോപ്പിക്കുകൾ കവർ ചെയ്യാതെ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ 2 ദിവസം കൂടെ എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യണമെന്നൊന്ന് നോക്കട്ടെ, അതിനുശേഷം ആ പർട്ടിക്കുലർ പോയിന്റുകളൂടെ നിങ്ങളിലോട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നലെ അതെല്ലാം തന്നെ ഞാൻ അവോയ്ഡ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി ഒരു ബെയർ മാർക്കറ്റിൻ്റെ സ്റ്റാർട്ടിലാണോ അല്ലയോ എന്നുള്ള വിരൽ ചൂണ്ടുന്ന കുറേയധികം പോയിന്റുകളാണ്. അത് ഇന്നത്തെ ഈ ഒരു വീഡിയോ വഴിയിട്ട് കവർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. എനിവേ, വെൽക്കം ടു ദ വീഡിയോ. എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിഫ്റ്റിയുടെ ഇന്നത്തെ ഒരു മൂവ്മെൻ്റ് ആണ്. ഇന്ന് നമ്മൾ നോക്കാൻ നേരത്ത് വെറും 0.02% ഒരു അപ്സൈഡ് കൂടിയിട്ടാണ് നിഫ്റ്റി ഇന്ന് ക്ലോസ് ചെയ്തേക്കുന്നത്. ആ ഒരു ക്ലോസിങ് വളരെ മ്യൂട്ടഡ് ആയിട്ടുള്ളൊരു ക്ലോസിംഗ് ആണെങ്കിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലത്തെ ദിവസത്തിൽ നാസ്ഡാക്ക് ഏകദേശം 2.5% അപ്സൈഡിൽ ആണ് ക്ലോസിംഗ് തന്നേക്കുന്നത്. അപ്പോൾ നാസ്ഡാക്കിൻ്റെ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ മദർ മാർക്കറ്റിൻ്റെ സൈഡിൽ നിന്ന് ഇത്ര കണ്ട് ഹെവി ആയിട്ട് ബുള്ളിഷ് ആയിട്ടുള്ളൊരു മൊമെൻറ്റം നമുക്ക് കിട്ടിയിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ നിഫ്റ്റി ഇത്രമാത്രം ചെറിയൊരു പെർസെൻറ്റേജ് മാത്രം പെർഫോമൻസ് തന്നുകൊണ്ട് ഇന്ന് ക്ലോസ് ചെയ്തേക്കുന്നത്? അത് നിഫ്റ്റിയിൽ മാത്രമല്ല, നമ്മൾ സ്മോൾ ക്യാപ് ഇൻഡെക്സിൻ്റെ അകത്തോട്ട് വരാൻ നേരത്ത് സ്മോൾ ക്യാപ് ഇൻഡെക്സ് ഇന്ന് 0.64% ഡൗൺ സൈഡിലാണ് ഇന്ന് സ്മോൾ ക്യാപ് ഇൻഡെക്സ് ക്ലോസിംഗ്. അത് മാത്രമല്ല, നമ്മൾ സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പ് സെഗ്മെൻറ്റ് മൊത്തത്തിൽ നമ്മൾ നോക്കാൻ നേരത്താണെങ്കിലും നമുക്ക് പല സ്റ്റോക്കുകളും ഇപ്പോൾ ചെറിയ രീതിയിൽ വീക്ക്നെസ്സുകൾ കാണിച്ച് തന്നു തുടങ്ങിയിട്ടുണ്ട്. അതായത് പതുക്കെ മാർക്കറ്റ് ഒരു ഡൗൺ ട്രജക്ടറിയിലോട്ട് വരുന്നതിൻ്റെ ഒരു ഫീൽ നമുക്ക് മൊത്തത്തിൽ കിട്ടുന്നുണ്ട്. പക്ഷേ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിൻ്റെ അകത്ത് ഇതിന് മുമ്പ് ഇലക്ഷൻ ആണെങ്കിലും അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെറിയ ഇഷ്യൂസ് കാരണം മാർക്കറ്റ് ഇടിയാൻ നേരത്തെല്ലാം തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ടായിരുന്ന സ്റ്റാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ അകത്ത് ഈ നടന്നുകൊണ്ടിരിക്കുന്ന കറക്ഷൻ എന്ന് പറയുന്നത് വളരെ ഷോർട്ട് ടൈമിൽ മാത്രം നടക്കുന്ന ഒരു കറക്ഷനാണ്. ഇത് നമ്മുടെ മേജർ മാർക്കറ്റിൻ്റെ ട്രെൻഡിനെ ബാധിക്കുന്ന ഒന്നല്ല. നിങ്ങൾ അഗ്രസീവായിട്ട് തന്നെ ബൈ നടത്തുക എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇതിന് മുമ്പ് എല്ലാം തന്നെ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ മെമ്പേഴ്സിൻ്റെ ഇടയിലുള്ള ഗ്രൂപ്പിലെല്ലാം തന്നെ സംസാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസുകൾ ഹിറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് ജസ്റ്റ് ഔട്ട് ആവുക, ഫ്രഷ് ആയിട്ട് പൊസിഷൻസ് ഒന്നും തന്നെ ബിൽഡ് ചെയ്യേണ്ട എന്നുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ മെമ്പേഴ്സിൻ്റെ ഇടയിലെല്ലാം തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ റീസൺ എന്താണ്? അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. മാർക്കറ്റ് ഇതിന് മുമ്പ് ബുൾ മാർക്കറ്റിൻ്റെ അകത്തെല്ലാം തന്നെ പല കാര്യങ്ങളുണ്ട്, കറക്ഷൻസ് കാര്യങ്ങളൊക്കെ തന്നെ നടത്തിയപ്പോഴത്തേക്കും വളരെ ഫാസ്റ്റ് ആയിട്ടാണ് മാർക്കറ്റ് ഇടിഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, വളരെ ഫാസ്റ്റായിട്ട് മാർക്കറ്റ് ഇടിയുമ്പോഴത്തേക്കും റീറ്റെയിലേഴ്സ് പാനിക് ആവുന്നതിനനുസരിച്ചിട്ട് ആ സ്റ്റോക്കുകൾ അവരെ കയ്യിൽ നിന്ന് വിറ്റ് പോകുന്നതായിരിക്കും, അവർ അതിൻ്റെ അകത്തുനിന്ന് എക്സിറ്റ് ആവുന്നതായിരിക്കും. അവർ എക്സിറ്റ് ആകുമ്പോഴത്തേക്കും മാർക്കറ്റ് കുറേ കൂടെ സ്ട്രെങ്തോട് കൂടിയിട്ട് തിരിച്ച് റിക്കവർ ചെയ്ത് മേലോട്ട് വരുന്നതായിരിക്കും. എപ്പോഴൊക്കെ റീറ്റെയിലേഴ്സ് ഇതേ കണക്ക് പാനിക്കായിട്ട് വിൽക്കുന്നുണ്ടോ അപ്പോഴെല്ലാം തന്നെ ബിഗ്ഗീസ് അതൊരു അക്യുമുലേറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കുകയും മാർക്കറ്റ് വളരെയധികം ഫാസ്റ്റായിട്ട് റിക്കവർ ചെയ്ത് വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ഈവൻ ദോ കൊറോണ ക്രാഷ് ആണെങ്കിൽ പോലും. കൊറോണ ക്രാഷിൻ്റെ സമയം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക, മാർക്കറ്റിൻ്റെ അകത്ത് ഭയങ്കര വലിയൊരു സെല്ലിംഗ് ആണ് നടന്നുകൊണ്ടിരുന്നത്. എല്ലാ റീറ്റെയിലേഴ്സും ഇനി മുതൽ എന്താ പറയുക, കൊറോണയാണ് ഇത് മാർക്കറ്റ് എന്താ പറയുക, ഞാൻ പോലും പേഴ്സണലി മാർക്കറ്റ് 4000 പോവും 6000 പോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇരുന്നിട്ടുണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ അതേ കണക്ക് ഭയങ്കര അഗ്രസീവായിട്ടുള്ള സെല്ലിംഗ് നടത്തുന്ന സമയത്താണ് മാർക്കറ്റ് ആക്ച്വലി ബോട്ടം ക്രിയേറ്റ് ചെയ്യുന്നത്, വളരെ ഫാസ്റ്റായിട്ട് മാർക്കറ്റ് ഇടിയാൻ നേരത്ത്. പക്ഷേ മാർക്കറ്റ് വളരെ സ്മൂത്തായിട്ട് വളരെ സ്ലോ ആയിട്ടാണ് ഇടിഞ്ഞിടിഞ്ഞ് പോകുന്നതെങ്കിൽ ആ സമയത്ത് ഇതേ കണക്കൊരു ഹെവി പാനിക് മാർക്കറ്റിൻ്റെ അകത്ത് നമുക്ക് ഉണ്ടാകത്തില്ല. പതുക്കെ റീറ്റെയിലേഴ്സ് എന്ത് ചെയ്യുക, അവർ പതുക്കെ കൂടുതൽ ക്യാഷ് മാർക്കറ്റിൻ്റെ അകത്തോട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കും, അവരുടെ പ്രൈസുകൾ അവർ ആവറേജ് ചെയ്തുകൊണ്ടിരിക്കും. അതിനനുസരിച്ച് മാർക്കറ്റ് പിന്നെ പതുക്കെ കൂടുതൽ ഇടിഞ്ഞുകൊണ്ടിരിക്കും. അതിൻ്റെ അകത്തൊരു പാനിക് സെല്ലിംഗ് വന്നാൽ മാത്രമേ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് മാർക്കറ്റ് തിരിച്ച് റിക്കവർ ചെയ്ത് കയറി വരുമെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ മാർക്കറ്റിൻ്റെ അകത്ത് നോക്കാൻ നേരത്ത് വളരെ പതുക്കെയാണ് മാർക്കറ്റ് ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ എന്താ പറയുക അലട്ടുന്ന ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്. ഈ രീതിയിൽ വളരെ പതുക്കെ മാർക്കറ്റ് ഇടിയാൻ നേരത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിനെ വാച്ച് ചെയ്യേണ്ടത്. നമ്മൾ ഈ സമയത്ത് മാർക്കറ്റിൻ്റെ സൈക്കിളിൽ നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് ആദ്യം ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. നമ്മൾ നമ്മുടെ എന്താ പറയുക നാസ്ഡാക്കിലോട്ട് ഫസ്റ്റ് വരാം. നാസ്ഡാക്കിൻ്റെ സൈക്കിളിൽ നമ്മൾ എവിടെയാണെന്ന് നോക്കിയതിന് ശേഷം മാത്രം നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വന്നാൽ മതി. നാസ്ഡാക്ക് നോക്കാൻ നേരത്ത് ഏകദേശം 2022 അല്ലെങ്കിൽ 2021 ലാസ്റ്റിലോട്ട് വരുമ്പോഴത്തേക്കും നാസ്ഡാക്ക് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു. അതാണ് ആ ഒരു ബുൾ മാർക്കറ്റിൻ്റെ ടോപ്പ് എന്ന് പറയുന്നത്. ആ ബുൾ മാർക്കറ്റിൻ്റെ ടോപ്പ് അവിടെ ഉണ്ടാക്കിയതിന് ശേഷം നാസ്ഡാക്ക് എന്ത് ചെയ്യുന്നു, ഒരു കറക്ഷനിലോട്ട് പോകുന്നു, അല്ലെങ്കിൽ ഒരു ബെയർ മാർക്കറ്റിലോട്ട് പോകുന്നു. ആ ബെയർ മാർക്കറ്റ് നമ്മൾ നോക്കുക, ഏകദേശം 37% ഒരു ഡൗൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ബെയർ മാർക്കറ്റ്. അത്യാവശ്യം നല്ല രീതിയിൽ പ്രൈസ് കറക്ഷനും ടൈം കറക്ഷനും എടുത്തിട്ടുണ്ടായിരുന്ന ഒരു ബെയർ മാർക്കറ്റാണ് അവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നമുക്കൊരു സൈഡ് വേസ് മാർക്കറ്റ് കിട്ടുന്നു, അതല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രീ ബുൾ റൺ കിട്ടുന്നു. ആ പ്രീ ബുൾ റണ്ണിന് ശേഷം റീസെൻ്റ് ആയിട്ട് നമുക്ക് യുഎസിൻ്റെ അകത്ത് എന്ത് കിട്ടുന്നു, നമ്മുടെ ബുൾ റണ്ണും അവിടെ സ്റ്റാർട്ടായി കിട്ടുകയാണ്. ഓക്കെ, എപ്പോഴാണ് നോർമലി ഒരു ടെക്നിക്കലി ബുൾ റൺ സ്റ്റാർട്ട് ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രീവിയസ്ലി ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു ഹൈ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ബുൾ മാർക്കറ്റിൻ്റെ ഹൈ ഉണ്ടല്ലോ, അതിൽ നിന്ന് ഒരു 10% മേലിലോട്ട് വരുമ്പോഴത്തേക്കാണ് നെക്സ്റ്റ് ബുൾ മാർക്കറ്റ് സ്റ്റാർട്ട് ആവുന്നതാണ് എന്നാണ് ടെക്നിക്കലി പറയുന്നത്. ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ
എല്ലാ പ്രാവശ്യം ഇതേ കണക്ക് തന്നെ സംഭവിക്കണമെന്നൊന്നുമില്ല. പക്ഷേ എന്നിരുന്നാലും ടെക്നിക്കലി അങ്ങനെയാണ് സംസാരിക്കാറ്. പല പ്രാവശ്യവും നമുക്ക് ചില ബുൾ മാർക്കറ്റുകൾ ഈവൻ ദോ ഇൻഡെക്സ് ഒരു പ്രോപ്പർ ബുൾ മാർക്കറ്റിൽ പോയിട്ടില്ലെങ്കിൽ പോലും നമുക്ക് അല്ലാതെ ബുൾ മാർക്കറ്റുകളും കിട്ടാറുണ്ട്. അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സൈക്കിൾ ഒരു 1 ഇയർ നീണ്ടു നിൽക്കുന്ന, ഒരു 9 മാസം മുതൽ 12 മാസം വരെ നീണ്ടു നിൽക്കുന്ന ഒരു ബെയർ മാർക്കറ്റ്, അതിനുശേഷം ഓൾമോസ്റ്റ് ഒരു 1 ഇയർ നീണ്ടു നിൽക്കുന്ന ഒരു സൈഡ് വേസ് മാർക്കറ്റ് അല്ലെങ്കിൽ പ്രീ ബുൾ അറിയപ്പെടുന്ന ഒരു ഫേസ്, അതിനുശേഷം നടക്കുന്ന ഒരു 12 മാസം മുതൽ ഒരു 18 മാസം വരെയൊക്കെ നീണ്ടു നിൽക്കുന്നത്, ഒരു വർഷം മുതൽ 1.5 വർഷം വരെയൊക്കെ നീണ്ടു നിൽക്കുന്ന ഒരു ബുൾ മാർക്കറ്റ്. ആ രീതിയിലാണ് മാർക്കറ്റുകൾ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സൈക്കിളിൻ്റെ ഇടയിൽ വെച്ചിട്ട് നമുക്ക് ഏകദേശമൊക്കെ ഒരു ഐഡിയ കിട്ടുന്നതായിരിക്കും. പക്ഷേ എല്ലാ സമയത്തും ഈ ടെക്നിക്കലി നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ അതേ കണക്ക് ഫോളോ ചെയ്യണമെന്നൊന്നുമില്ല. ഓക്കെ, ഇപ്പോൾ ഒരു 2015 നടന്നേക്കുന്ന ബുൾ മാർക്കറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഇൻഡെക്സ് വലിയ രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല എന്ന് നമ്മൾ പറയേണ്ടി വരും. അല്ലാതെ തന്നെ സ്റ്റോക്കുകളാണ് അവിടെ ഏറ്റവും കൂടുതൽ പാർട്ടിസിപ്പേഷൻ നടത്തിയത്. അല്ലെങ്കിൽ സ്റ്റോക്കുകൾ അവിടെ, അല്ലെങ്കിൽ പർട്ടിക്കുലർ സെക്ടേഴ്സ് അവിടെ ബുൾ ഫേസിൽ നിൽക്കുകയും ഇൻഡെക്സ് അത് കണക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല എന്ന് വരും. അപ്പോൾ ഇൻഡെക്സിൻ്റെ അകത്തും എല്ലാ സ്റ്റോക്കുകളും, മാർക്കറ്റിൻ്റെ അകത്തുള്ള എല്ലാ സ്റ്റോക്കുകളും വളരെ ഹെവി ആയിട്ടുള്ള ഒരു ബുൾ മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആ ടൈപ്പിലൊക്കെ ഉള്ള ഒരു ബുൾ മാർക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10-12 വർഷമൊക്കെ കൂടുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് ഒരു ഫേസിൽ മാത്രമേ അങ്ങനെ സംഭവിക്കത്തുള്ളൂ. അല്ലാത്ത പക്ഷം നോർമലി നമുക്ക് കാണാൻ പറ്റുന്ന ബുൾ മാർക്കറ്റുകൾ എന്ന് പറയുന്നത് ഏതെങ്കിലുമൊക്കെ 1, 2, 3, 4 ഒക്കെ സെക്ടർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ബുൾ മാർക്കറ്റുകളായിരിക്കും. അല്ലെങ്കിൽ നമുക്കങ്ങനെ എല്ലാ സ്റ്റോക്കുകളും കയറി പറക്കുന്ന രീതിയിലുള്ള ബുൾ മാർക്കറ്റ് കിട്ടുക എന്ന് പറയുന്നത് അത് 10-12 വർഷം കൂടുമ്പോഴത്തേക്ക് ഒരു പ്രാവശ്യം മാത്രമേ സംഭവിക്കാറുള്ളൂ. അതിൻ്റെ കൊറോണ ക്രാഷിന് ശേഷം നടന്നിട്ടുണ്ടായിരുന്ന ഒരു ബുൾ മാർക്കറ്റ് എന്ന് പറയുന്നത് ആ രീതിയിലുള്ള ഒരു ബുൾ മാർക്കറ്റാണ്. ഏത് സ്റ്റോക്ക് എടുത്താലും കയറി പോകുന്ന ടൈപ്പ് ഒരു ബുൾ മാർക്കറ്റാണ് അപ്പോഴും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഹെവി ആയിട്ടുള്ള ഒരു ബുൾ മാർക്കറ്റ് നടക്കണമെങ്കിൽ, ഒരു മെഗാ ബുൾ മാർക്കറ്റ് നടക്കണമെങ്കിൽ അവിടെ ലിക്വിഡിറ്റിയുടെ ഒരു ഓവർ റഷ് ഉണ്ടായിരിക്കണം. അതിൻ്റെ നമുക്ക് കൊറോണ ക്രാഷിന് ശേഷം ഈ ഹെലികോപ്റ്റർ മണി എന്നുള്ള കൺസെപ്റ്റിൻ്റെ അകത്ത് ഒരുപാടധികം ലിക്വിഡിറ്റി മാർക്കറ്റുകളുടെ അകത്തോട്ട് പമ്പ് ആയതുകൊണ്ടാണ് നമുക്ക് അമ്മാതിരിയുള്ള ബുൾ മാർക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് നമ്മളിപ്പോൾ ഈ ഒരു US സൈഡിൽ നോക്കാൻ നേരത്ത് അവിടെ ഈ ഒരു 10% ഒരു മാർക്ക് ജസ്റ്റ് ക്രോസ് ചെയ്തിട്ടേ ഉള്ളൂ. അവിടെ ഒരു ബുൾ മാർക്കറ്റ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റും ആ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ. അതല്ലാതെ മാർക്കറ്റിൻ്റെ ആ ഒരു സൈക്ലിക്കാലിറ്റി അല്ലെങ്കിൽ ആ ഒരു 4 ഇയർ സൈക്കിളൊക്കെ വെച്ച് നമ്മൾ നോക്കാൻ നേരത്തെ ഏകദേശം 2024 ആയപ്പോഴത്തേക്കും ഒരു ബുൾ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കോണ്ടെക്സ്റ്റിൽ നമ്മൾ നോക്കിയാലും അവിടെ US അകത്ത് ബുൾ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 1 വർഷം പോലും ആയിട്ടില്ല. അതിൻ്റെ ഒരു ബുൾ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഓർക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം എന്ത് പറ്റും, ഈ പ്രീ ബുൾ എന്ന് പറയുന്ന ഫേസിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ്ഗീസ് ആണ് പൈസ ഉണ്ടാക്കുന്നത്. ഓക്കെ, ബിഗ്ഗീസ് പൈസ ഉണ്ടാക്കിയതിന് ശേഷം അല്ലെങ്കിൽ ബിഗ്ഗീസ് അവിടെ പൊസിഷൻസ് ബിൽഡ് ചെയ്യും. പല സ്പെസിഫിക് ആയിട്ടുള്ള ചില സെക്ടറിൻ്റെ അകത്തുള്ള സ്റ്റോക്കുകൾ മാത്രം, അല്ലെങ്കിൽ ആ ഒരു ബുൾ റണ്ണിൻ്റെ പോസ്റ്റർ ബോയ്സ് ആയിട്ടുള്ള കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള സെക്ടറിൻ്റെ അകത്തുള്ള സ്റ്റോക്കുകൾ മാത്രമായിരിക്കും അവിടെ മൾട്ടി ബാഗർ റിട്ടേൺസ് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ആക്സിഡൻ്റലി പെട്ടുപോകുന്ന കുറച്ച് റീറ്റെയിലേഴ്സ് മാത്രമേ കാണത്തുള്ളൂ. അല്ലാതെ എല്ലാ റീറ്റെയിലേഴ്സും, ഇപ്പോൾ ഒരു പറയാം, ഇപ്പോൾ US സൈഡിൽ നിന്ന് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടുത്തെ മൾട്ടി ബാഗർ റിട്ടേൺസ് വന്നിട്ടുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് NVD പോലെയുള്ള സ്റ്റോക്കുകളാണ്. ആൻഡ് ഈ NVDക്കകത്ത് ഒട്ടനവധി റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ ഉണ്ടെങ്കിലും NVDക്കകത്ത് റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ വന്നത് എപ്പോഴാണ്, അത് ഒരു മൾട്ടി ബാഗർ റിട്ടേൺസ് തന്നതിന് ശേഷമാണ് അതിൻ്റെ അകത്ത് നല്ല രീതിയിൽ റീറ്റെയിൽസിൻ്റെ ഇടയിൽ ആ ഒരു പർട്ടിക്കുലർ സ്റ്റോക്ക് ഫേമസ് ആവുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഫേമസ് ആയി അത് റീറ്റെയിൽ ആ സ്റ്റോക്കിൻ്റെ അകത്ത് ഇൻട്രസ്റ്റഡ് ആവുന്ന ഒരു ഫേസ് ഉണ്ടല്ലോ, അതായത് ആ ഒരു സ്റ്റോക്കിൻ്റെ ഏകദേശം ടോപ്പിലോട് എത്തുമ്പോഴത്തേക്കാണ് റീറ്റെയിൽ അതിൻ്റെ അകത്ത് ഇൻട്രസ്റ്റഡ് ആയിട്ട് വരുന്നത്. അങ്ങനെ ഒരു ഫേസ് വരാൻ നേരത്താണ് അവിടെ ആക്ച്വലി ഒരു ബുൾ മാർക്കറ്റ് സ്റ്റാർട്ട് ആവുന്നത്. ആ ബുൾ മാർക്കറ്റ് സ്റ്റാർട്ട് ആകുമ്പോഴത്തേക്കും പിന്നെ എന്ത് പറ്റുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റീറ്റെയിലേഴ്സ് വരുന്നു. ആൻഡ് അവർ ഇന്ന സെക്ടറൊന്നുമില്ല, എല്ലാ സെക്ടറിൻ്റെ അകത്തും ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് ബൈങ് കാര്യങ്ങളൊക്കെ നടത്തുന്നു. ഇവർ കുറച്ചൊക്കെ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു, കാരണം മാർക്കറ്റ് ബുള്ളിഷ് ആയതുകൊണ്ട് കുറച്ചൊക്കെ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു. പ്രോഫിറ്റ് ഉണ്ടാക്കിയതിന് ശേഷം അവരെന്ത് ചെയ്യുന്നു, അവരുടെ ആ ഒരു പ്രോഫിറ്റ് കണ്ടുകൊണ്ട് എഗെയിൻ നെക്സ്റ്റ് സെറ്റ് ഓഫ് ഒരു റീറ്റെയിലേഴ്സ് മാർക്കറ്റിൻ്റെ അകത്തോട്ട് വരുന്നതായിരിക്കും. ഫ്രഷ് ആയിട്ടുള്ള റീറ്റെയിലേഴ്സ്, ഇതുവരെ മാർക്കറ്റിൻ്റെ അകത്ത് ഒരു രീതിയിൽ പൈസയും വെൽത്തും ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ലാത്തൊരു സെറ്റ് ഓഫ് റീറ്റെയിലേഴ്സ് മാർക്കറ്റിൻ്റെ അകത്തോട്ട് വരികയും അവരുടെ മണി കൂടെ മാർക്കറ്റിൻ്റെ അകത്തോട്ട് വരാൻ നേരത്ത് ബിഗ്ഗീസ് അവിടെ എക്സിറ്റ് ചെയ്യുക. ആ രീതിയിൽ മാർക്കറ്റിൻ്റെ ഒരു ടോപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നതായിരിക്കും. ആ രീതിയിലാണ് മാർക്കറ്റുകൾ നോർമലി ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് നമ്മൾ പലപ്പോഴും പറയുന്നത് ഒരു ബുൾ മാർക്കറ്റ് നടക്കാൻ നേരത്ത് ആദ്യം ലാർജ് ക്യാപ്പുകൾ പെർഫോം ചെയ്യും, അതിനുശേഷം മിഡ് ക്യാപ്പുകൾ പെർഫോം ചെയ്യും, അതിന് ഏറ്റവും ലാസ്റ്റിലോട്ട് വരുമ്പോഴത്തേക്കും സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകൾ പെർഫോം ചെയ്യുന്നതായിരിക്കും എന്നൊക്കെ നമ്മൾ പറയുന്നത് ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ്. കാരണം ആദ്യം ബിഗ്ഗീസ് പൊസിഷൻ ബിൽഡ് ചെയ്യും, പിന്നീട് അത് കഴിഞ്ഞിട്ടായിരിക്കും റീറ്റെയിലേഴ്സ് കാര്യങ്ങളൊക്കെ മാർക്കറ്റിൻ്റെ അകത്ത് അത്രയധികം ആക്റ്റീവായിട്ട് വരുന്നത്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് പലപ്പോഴും മാർക്കറ്റിൻ്റെ പോസ്റ്റർ ബോയ്സ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഈ പ്രീ ബുൾ ഫേസിൽ തന്നെ അവർ നല്ല രീതിയിൽ പെർഫോമൻസ് നടത്തി അവരുടെ ഒരു മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നീട് ബുൾ മാർക്കറ്റിൻ്റെ ടോപ്പിലോട്ട് വരാൻ നേരത്ത് ആ ഒരു
പർട്ടിക്കുലർ സെക്ടർ അല്ലാതെ മറ്റ് പല സെക്ടേഴ്സിൻ്റെ അകത്തുനിന്നും സ്റ്റോക്കുകൾ റിട്ടേൺസ് കാര്യങ്ങളൊക്കെ തരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നോർമലി ഒരു ബുൾ മാർക്കറ്റ് നടക്കുന്നത്. ഇനി നമുക്ക് ഇത് ഇന്ത്യൻ സൈഡിലോട്ട് വരാം. ഓക്കെ, നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ US-ൻ്റെ അകത്ത് 2021 ലാസ്റ്റിലൊക്കെ ആയപ്പോഴത്തേക്കും ആ ഒരു ബുൾ മാർക്കറ്റ് പീക്ക് ചെയ്ത ടൈം ഉണ്ടല്ലോ, ആ പീക്ക് ചെയ്തതിന് ശേഷം അവിടെ നല്ല പ്രോപ്പർ ആയിട്ടുള്ള ഒരു ബെയർ മാർക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഏകദേശം 37% അല്ലെങ്കിൽ 40% അടുപ്പിച്ച് ഇടിഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ബെയർ മാർക്കറ്റ് അവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം തന്നെ ഈ ബുൾ മാർക്കറ്റിൻ്റെ ടോപ്പിൽ എൻ്റർ ചെയ്യുന്ന റീറ്റെയിലേഴ്സ് എന്ത് ചെയ്യും, അവർ ആ ഒരു ബെയർ മാർക്കറ്റിൻ്റെ അകത്ത് ഔട്ടായി പോകുന്നതായിരിക്കും. ഈ മാർക്കറ്റിൻ്റെ അകത്ത് പൈസ ഉണ്ടാക്കാൻ പറ്റത്തില്ല, മാർക്കറ്റ് ഉടായ്പാണ്, സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ അകത്തൊന്നും അല്ല, എന്താ പറയുക, നിങ്ങളുകൊണ്ട് പൈസ കളയരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ എന്താ പറയുക, നമ്മുടെ നാട്ടിലെ മുതിർന്ന ആൾക്കാർ നമ്മളങ്ങനെ കാണാറില്ലേ, അങ്ങനെയുള്ള ആൾക്കാർ ഈ ബുൾ മാർക്കറ്റിൻ്റെ ടോപ്പിൽ എൻ്റർ ചെയ്തിട്ട് ഈ ബെയർ മാർക്കറ്റിൻ്റെ അകത്തുനിന്ന് എക്സിറ്റ് ആയി പോയിട്ടുള്ള ആൾക്കാരാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഇതിൻ്റെ അകത്തുനിന്ന് പതുക്കെ എക്സിറ്റ് ആയി പോകുന്നതായിരിക്കും. ഈ ബെയർ മാർക്കറ്റിൻ്റെ ബോട്ടത്തിലോട് എത്തുമ്പോഴത്തേക്കും ഈ റീറ്റെയിലേഴ്സ് മൊത്തം ഇതിൻ്റെ അകത്തുനിന്ന് ഔട്ട് ആയിട്ടുണ്ടായിരിക്കും. അതിനുശേഷമായിരിക്കും അടുത്ത ബുൾ മാർക്കറ്റ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഈ ഒരു സൈക്കിൾ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൻ്റെ അകത്തോട്ട് വരാം. ഇന്ത്യൻ മാർക്കറ്റിൻ്റെ അകത്തോട്ട് വരാൻ നേരത്ത് ഇവിടെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു ബുൾ മാർക്കറ്റ് നടന്നു. ബുൾ മാർക്കറ്റിൻ്റെ ടോപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ടോപ്പ് എന്ന് പറയുന്നത് ഏകദേശം US-ൽ നടന്നിട്ടുണ്ടായിരുന്ന അതേ ടൈം ഫ്രെയിമിൽ തന്നെ ഒരു ടോപ്പ് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതെന്ന് പറഞ്ഞാൽ ഒക്ടോബർ 2021 ആ ഒരു ടോപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, മാർക്കറ്റ് ബെയർ മാർക്കറ്റിലോട്ട് പോകുന്നു. പക്ഷേ ഇപ്രാവശ്യം നടന്നൊരു വ്യത്യാസം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കൊറോണ സമയത്ത് നമുക്കിവിടെ ഒരു ഹെവി ആയിട്ടുള്ളൊരു എന്താ പറയുക, ഒരു പ്രോഫിറ്റ് റീറ്റെയിലേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം ആ സമയത്ത് ഈ ഹെലികോപ്റ്റർ മണി എന്നുള്ള കോൺടാക്സ്റ്റ് നിന്നുകൊണ്ട് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നല്ല രീതിയിൽ പൈസ പമ്പ് ചെയ്തിറക്കിയിട്ടുണ്ടായിരുന്നു ഗവൺമെൻറ് സൈഡിൽ നിന്ന്. അപ്പോൾ ആ ഗവൺമെൻറ് സൈഡിൽ നിന്ന് പൈസ പമ്പ് ചെയ്തിറക്കിയതുകൊണ്ട് തന്നെ എല്ലാവരുടെയും പൈസ ഉണ്ടായിരുന്നു. അതായത് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേപ്പബിൾ ആയിട്ടുള്ള റീറ്റെയിലേഴ്സിൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നു. അല്ലാതെ സാധാരണക്കാരായിട്ടുള്ള ജോലി ഇതൊന്നും ഇല്ലാതെ എന്താ പറയുക, ഡെയിലി വേസിന് ജോലിക്ക് പോകുന്ന ആൾക്കാരുടെ കാര്യമല്ല പറഞ്ഞത്. അതല്ലാത്ത ഒരു ഹെവി ആയിട്ടുള്ള ഒരു കുറച്ചുകൂടെ ഒരു മിഡിൽ ഇൻകം അല്ലെങ്കിൽ എബോവ് മിഡിൽ ഇൻകം ടൈപ്പിലുള്ള ഒരാൾക്കാർ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടേക്കെന്ന് വെച്ചാൽ റീറ്റെയിലേഴ്സിൻ്റെ നല്ല രീതിയിൽ പൈസ ഉണ്ടായിരുന്നു. ആ പൈസ അവർ മാർക്കറ്റിൻ്റെ അകത്തോട്ട് പമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാരണം തന്നെ നല്ല രീതിയിൽ റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ കൂടി മാർക്കറ്റ് പീക്ക് ചെയ്തു. മാർക്കറ്റ് പീക്ക് ചെയ്ത സമയത്തും ഈ റീറ്റെയിലിൻ്റെ സൈഡിൽ നിന്നുണ്ടായിരുന്ന ആ ഒരു മണി സപ്ലൈക്ക് ഒരു രീതിയിലുള്ള കോട്ടവും തട്ടിയിട്ടില്ലായിരുന്നു. അവർ എഗെയിൻ മണി പമ്പ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഈ ക്യാപിറ്റൽ മാർക്കറ്റ്സിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് പോലുള്ള സാധനങ്ങളെ പറ്റിയിട്ട് നല്ല രീതിയിൽ അവയർനെസ് കാര്യങ്ങളൊക്കെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ടൊക്കെ തന്നെ ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് വഴിയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലോങ് ടൈമിൽ നമുക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ മാർക്കറ്റിൻ്റെ അകത്ത്, നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ അകത്ത് നിന്നുകൊണ്ട് എല്ലാ ആൾക്കാരും SIP കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തുകൊണ്ടിരുന്നു. ലോങ് ടൈമിൽ SIP ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഈ രീതിയിൽ റീറ്റെയിലിൻ്റെ സൈഡിൽ നിന്ന് നല്ല രീതിയിൽ പൈസ ഉണ്ടായിരുന്നു. ഓക്കെ, അത് മ്യൂച്വൽ ഫണ്ടുകളുടെ ത്രൂ വരുന്നതായാലും ഡയറക്റ്റ് സ്റ്റോക്കുകളിൽ പോകുന്നതായാലും ഒക്കെ തന്നെ മാർക്കറ്റിൻ്റെ അകത്തുകൊണ്ട് നല്ല രീതിയിൽ മണി പമ്പിങ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ മണി പമ്പിങ് നടക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് US മാർക്കറ്റ് ക്രാഷ് ചെയ്തതിൻ്റെ അത്ര കണ്ട് ആ ഒരു ബെയർ മാർക്കറ്റിൻ്റെ അകത്ത് ഫോളോ ആയില്ല. ഇത് ഏകദേശം 10-18% അകത്ത് മാത്രം നിൽക്കുന്ന ഒരു ഫോളോ ആയിട്ട് മാത്രം ഒതുങ്ങി തീർന്നു. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് എപ്പോഴും എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, ലിക്വിഡിറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ബിഹേവ് ചെയ്യുന്നത്. എപ്പോഴൊക്കെ കൂടുതൽ ഡിമാൻഡ് ഉണ്ടോ അതിനനുസരിച്ച് പ്രൈസ് സ്റ്റേബിൾ ആവുന്നതായിരിക്കും, അല്ലെങ്കിൽ പ്രൈസ് മേലിലോട്ട് പോകുന്നതായിരിക്കും. എപ്പോഴൊക്കെ ഡിമാൻഡ് കുറയുന്നുണ്ട്, സപ്ലൈ ആണ് കൂടുതലെങ്കിൽ അതിനനുസരിച്ച് മാർക്കറ്റ് ഇടിയുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു ബെയർ മാർക്കറ്റിൻ്റെ അകത്ത് ഈവൻ ദോ FIIs സെല്ലിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും DIIസിൻ്റെ സൈഡിൽ നിന്നും റീറ്റെയിലേഴ്സിൻ്റെ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്ന ഒരു ബൈയിങ് കാരണം നമ്മൾ മാർക്കറ്റ് കുറേയൊക്കെ പിടിച്ചു നിന്നു. അപ്പോൾ ഈ മാർക്കറ്റ് ഇങ്ങനെ പിടിച്ച് നിൽക്കാൻ നേരത്ത് മാർക്കറ്റിൻ്റെ അകത്ത് ഒരു പ്രോപ്പർ ബെയർ മാർക്കറ്റ് കിട്ടാതെ വരുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്ത് കഴിഞ്ഞ പ്രീവിയസ് ബുൾ റൺ റൈഡ് ചെയ്തിട്ടുണ്ടായിരുന്ന റീറ്റെയിലേഴ്സ് ആ ഒരു ബെയർ മാർക്കറ്റിൻ്റെ അകത്ത് എക്സിറ്റ് ചെയ്യണമായിരുന്ന റീറ്റെയിലേഴ്സ് ആക്ച്വലി അവർ എക്സിറ്റ് ആയിട്ടില്ല. അവർ സ്റ്റിൽ മാർക്കറ്റിൻ്റെ അകത്ത് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുമായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആ ഒരു നഷ്ടം കണ്ടാൽ മാത്രമേ മാർക്കറ്റ് അതിൻ്റെ അകത്ത് നിന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ചിട്ട് മാർക്കറ്റിൽ നിന്ന് ഔട്ടായി പോകത്തുള്ളൂ. പക്ഷേ അവർ ആ ഒരു നഷ്ടം കണ്ടില്ല. അവിടെ നമുക്ക് ക്രാഷ് കിട്ടിയിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ പ്രോപ്പറായിട്ടൊരു ബെയർ മാർക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്ന ആ ഒരു ബുൾ മാർക്കറ്റ് ലീഡ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്ന പോസ്റ്റർ ബോയ്സ് ആയിട്ടുള്ള കുറച്ച് സ്റ്റോക്കുകളിൽ മാത്രമാണ് നമുക്ക് ആ ഒരു ക്രാഷ് എവിഡൻ്റ് ആയിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അല്ലാത്ത പക്ഷം ഇൻഡെക്സിൻ്റെ അകത്തായാലും അതല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകളിലൊക്കെ നോക്കുകയാണെങ്കിലും അതിൽ വലിയൊരു എന്താ പറയുക, ഒരു ബെയർ മാർക്കറ്റ് കാര്യങ്ങളൊന്നും കിട്ടാത്തതുകൊണ്ട് തന്നെ സ്റ്റോക്കുകളും മാർക്കറ്റൊക്കെ ഏകദേശം സസ്റ്റെയിൻ ചെയ്ത് നിന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ റീറ്റെയിലേഴ്സ് ആദ്യമേ കയറിയിട്ടുണ്ടായിരുന്ന റീറ്റെയിലേഴ്സ് ഇതിൻ്റെ അകത്തുനിന്ന് പ്രോപ്പറായിട്ട് എക്സിറ്റ് ആയിട്ടില്ലായിരുന്നു. ആൻഡ് അവർ തന്നെ എഗെയിൻ മണി പമ്പ് ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ ഫ്രഷ് ആയിട്ട് കുറേ കൂടെ ആൾക്കാർ വന്നു. ആൻഡ് എപ്പോഴും റീറ്റെയിലേഴ്സ് എങ്ങനെയാണ് വരുന്നത്, നമ്മുടെ കൂട്ടത്തിലുള്ള അല്ലെങ്കിൽ കൊളീഗ്സ് മറ്റ് ബന്ധുക്കളൊക്കെ തന്നെ പൈസ ഉണ്ടാക്കി എന്നുള്ള കഥകൾ കേട്ടിട്ടായിരിക്കും വരുന്നത്. അല്ലെങ്കിൽ മാർക്കറ്റ് കഴിഞ്ഞ ഇത്രയും വർഷം കൊണ്ട് ഇത്ര കണ്ട് വലിയ റിട്ടേൺസ് തന്നിട്ടുള്ളൂ എന്നുള്ള ഒരു ഹിസ്റ്ററി കാണാൻ നേരത്തായിരിക്കും ഇവർ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ അകത്തോട്ട് വരുന്നത്. ഇടയ്ക്കൊരു നല്ലൊരു ബെയർ മാർക്കറ്റ് കിട്ടുകയാണെങ്കിൽ ആ ഹിസ്റ്ററി ഇൻട്രപ്റ്റ് ചെയ്യപ്പെടും. അല്ലെങ്കിൽ കൂട്ടത്തിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ പരിചയക്കാർ പൈസ ഉണ്ടാക്കി എന്ന് പറയുന്ന ആ ഒരു കഥയ്ക്ക് വ്യത്യാസം വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ഇടയ്ക്കുള്ള കറക്ഷൻസ് വരുന്നത്, അല്ലെങ്കിൽ ബെയർ മാർക്കറ്റ് വരുന്നത് ഒരു മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഹെൽത്തി ആണെന്ന് പറയുന്നതിൻ്റെ റീസൺ അതാണ്.
അപ്പോൾ നമുക്ക് ആ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റിയാക്ഷൻ നമ്മുടെ മാർക്കറ്റിൻ്റെ അകത്ത് ഈ ഒരു ബെയർ മാർക്കറ്റ് ടൈമിൽ നമുക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. അതിനുശേഷം നമുക്ക് സൈഡ് വേസ് മാർക്കറ്റ് കിട്ടി. അവിടെ നിന്ന് നമ്മുടെ മാർക്കറ്റ് എഗെയിൻ നെക്സ്റ്റ് ബുൾ മാർക്കറ്റിലോട്ട് എൻട്രി ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ നെക്സ്റ്റ് ബുൾ മാർക്കറ്റ് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് രണ്ട് രീതിയിൽ ചിന്തിക്കാം. ഒന്നെന്ന് പറയുന്നത് ഈ 4 ഇയർ സൈക്കിൾ വെച്ചിട്ട് നമുക്ക് ആ ഒരു കോണ്ടെക്സ്റ്റിൽ നമുക്ക് എടുക്കാം. മാർക്കറ്റിനകത്ത് എത്ര പെർസെൻറ്റേജ് സ്റ്റോക്കുകൾ അപ് ട്രെൻഡ് നിൽക്കുന്നു, സ്റ്റേജ് 2 അപ് ട്രെൻഡിലാണെന്നുള്ള രീതിയിൽ നമുക്ക് അത് കൊണ്ടുവരാം. ഇനി അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ടെക്നിക്കലി നമുക്ക് എന്താ പറയുക, പ്രീവിയസ് ബുൾ മാർക്കറ്റിൻ്റെ ഹൈയിൽ നിന്ന് മാർക്കറ്റ് ഒരു 10% കൂടെ അപ്സൈഡിലോട്ട് വരുമ്പോഴത്തേക്കും അവിടെ മുതലാണ് നമ്മുടെ ബുൾ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ ആ ഒരു കോണ്ടെക്സ്റ്റ് നമുക്ക് എടുക്കാവുന്നതാണ്. ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, കൃത്യമായിട്ട് ഇതിനൊരു ഒരു ഉത്തരവില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മളിതിൻ്റെ അകത്ത് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം അറിയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഒരു 2023 മുതൽ നമ്മുടെ ഇവിടുത്തെ ഒരു പ്രോപ്പർ ബുൾ മാർക്കറ്റ് സ്റ്റാർട്ടായിട്ടുണ്ടെന്ന് നമ്മൾ വേണമെങ്കിൽ കരുതേണ്ടി വരും. ആ രീതിയിലാണ് നമ്മുടെ മാർക്കറ്റൊക്കെ തന്നെ പെർഫോം ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ മാർക്കറ്റ് നല്ല രീതിയിലുള്ള ബുള്ളിഷ് മൊമെൻ്റത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈവൻ നമ്മളെപ്പോഴും പറയുന്നത് എന്താണ്, ഒരു 12 മുതൽ 18 മാസം വരെയൊക്കെ ഒരു ബുൾ മാർക്കറ്റ് നീണ്ടു നിൽക്കും. ഓക്കെ, അപ്പോൾ ഒരു ആവറേജ് ഒരു 15 മാസമൊക്കെ ഒരു ബുൾ മാർക്കറ്റ് നീണ്ടു നിൽക്കുന്നു എന്നുള്ള കോണ്ടെക്സ്റ്റ് നമ്മൾ നോക്കിയാൽ നമ്മുടെ ബുൾ മാർക്കറ്റ് തീരാറൊന്നും ആയിട്ടില്ല. അതിന് ഇനിയും ടൈമുണ്ട്. ഏകദേശം 2023 സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ ബുൾ മാർക്കറ്റ് സ്റ്റാർട്ടായി നമ്മൾ കരുതിയാൽ പോലും 2024 സ്റ്റാർട്ടിങ് മുതൽ നമ്മുടെ ബുൾ മാർക്കറ്റ് തുടങ്ങിയത് നമ്മൾ കരുതിയാൽ പോലും 2024 ഡിസംബർ വരെയൊക്കെ നമുക്ക് അഗെയിൻ ഇനിയും ടൈമുണ്ട്, നമ്മുടെ ഒരു വർഷമെങ്കിലും അറ്റ്ലീസ്റ്റ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഇതിൻ്റെ ഇടയിൽ വരുന്ന കറക്ഷൻസിൻ്റെ അകത്ത് നമ്മൾ ഇത്രയധികം കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നത്. കാരണം നമ്മുടെ സ്റ്റിൽ ബുൾ മാർക്കറ്റിൻ്റെ അകത്ത് തന്നെയാണ് ഇനി ഇത് കുറച്ചുകൂടെ മേലോട്ട് പോകുന്നുള്ള കോൺഫിഡൻസിന് നമുക്ക് അതാണ് ആ ഒരു എന്താ പറയുക ബാക്കപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ ആ കറക്ഷൻസിലെല്ലാം നമ്മൾ നോക്കാൻ നേരത്ത് നമുക്ക് കോമൺ ആയിട്ടുണ്ടായിരുന്നത് അതെല്ലാം തന്നെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ആയിട്ട് നടന്നിട്ടുണ്ടായിരുന്ന കറക്ഷൻസ് ആണ്. ഒരു ബുൾ മാർക്കറ്റ് കറക്ഷൻ എന്ന് പറയുന്നത് അങ്ങനെയാണ്, അത് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ആയിട്ടായിരിക്കും നടക്കുന്നത്. ആൻഡ് എപ്പോഴും തന്നെ മാർക്കറ്റിൻ്റെ അകത്ത് ഒരു എന്തെങ്കിലുമൊക്കെ ഒരു മാർക്കറ്റിൻ്റെ അകത്ത് ആൾക്കാരെ വരാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ അകത്ത് കൂടുതൽ പൈസ കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെ പേടിപ്പെടുത്തുന്ന എന്തെങ്കിലുമൊക്കെ ഘടകങ്ങളുണ്ടായിരിക്കും. ഓക്കെ, അത് ചിലപ്പോൾ നേരത്തെ വന്നതുപോലെ തന്നെ നമ്മുടെ ഒരു US-ൻ്റെ അകത്ത് റിസഷൻ നടക്കുമെന്നുള്ളൊരു പേടിയായിരിക്കാം. ഇനി അതല്ലെങ്കിൽ ഇന്ത്യക്കകത്ത് നമുക്കൊരു റിസഷൻ നടക്കുമെന്നുള്ളൊരു പേടിയായിരിക്കാം. ഇനി അതല്ലെങ്കിൽ ഒരു ജപ്പാൻ കാരിയർ ട്രേഡിൻ്റെ ഇഷ്യൂ ആയിരിക്കാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പേടികൾ മാർക്കറ്റിൻ്റെ അകത്ത് ആൾക്കാരെ വെറി ചെയ്യിക്കുന്ന എന്തെങ്കിലുമൊക്കെ റീസൺസ് എപ്പോഴും ഉണ്ടായിരിക്കും. അതിൻ്റെ ഈ റീസൺസിന് തരണം ചെയ്തുകൊണ്ടാണ് ഒരു ബുൾ മാർക്കറ്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ലാസ്റ്റ് വന്നേക്കുന്ന ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെബി ചെയർപേഴ്സൻ്റെ മേലിൽ നടന്നേക്കുന്ന ഒരു അലിഗേഷനാണ്. ഹിൻഡൻബർഗിൻ്റെ സൈഡിൽ നിന്ന് ഉന്നയിച്ചേക്കുന്ന കുറച്ച് അലിഗേഷൻസ് ആണ്. പക്ഷേ ഇപ്രാവശ്യം നമുക്ക് മാർക്കറ്റിൻ്റെ അകത്ത് കാണാൻ പറ്റുന്ന അങ്ങനെ ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള റിയാക്ഷൻ അല്ല നമുക്ക് മാർക്കറ്റിൻ്റെ അകത്ത് കാണാൻ പറ്റുന്നത്. വളരെ സ്ലോ ആയിട്ടുള്ള ഒരു റിയാക്ഷനാണ് മാർക്കറ്റിൻ്റെ അകത്ത് കാണാൻ പറ്റുന്നത്. അതെന്തുകൊണ്ടാണ് ആ സ്ലോ ആയിട്ടുള്ള റിയാക്ഷൻ മാർക്കറ്റിൻ്റെ അകത്ത് കാണാൻ പറ്റുന്നത്? കാരണം ഈ റീറ്റെയിലേഴ്സ് പാനിക് ആവുന്നില്ല. റീറ്റെയിലേഴ്സ് പാനിക്കായിട്ട് സെല്ല് ചെയ്ത് വളരെ ഫാസ്റ്റായിട്ട് മാർക്കറ്റ് ഒന്ന് ഇടിഞ്ഞാൽ മാത്രമേ തിരിച്ച് ബിഗ്ഗീസ് ബൈയിങ് മോഡിലോട്ട് വരത്തുള്ളൂ. അല്ലാതെ അവർ സ്റ്റിൽ റീറ്റെയിലേഴ്സ് എഗെയിൻ വളരെ അഗ്രസീവായിട്ട് ബൈയിങ് മോഡിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ അത് ഈ ബിഗ്ഗീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് അവർ ചിലപ്പോൾ എടുക്കാനുള്ള ചാൻസസ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ടൈമിൽ ഈ ഒരു മാർക്കറ്റ് കണ്ടീഷനെ നമ്മൾ വളരെയധികം കോഷ്യസ് ആയിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഈ റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ നമ്മുടെ ഈ ഒരു ബുൾ മാർക്കറ്റിൻ്റെ സ്റ്റാർട്ടിങ് മുതലേ നമ്മളിൽ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടെ ആദ്യം ലാർജ് ക്യാപ്പ്, പിന്നെ മിഡ് ക്യാപ്പ്, പിന്നെ സ്മോൾ ക്യാപ്പ്, ആ രീതിയിലല്ല നമ്മുടെ മാർക്കറ്റ് പെർഫോം ചെയ്തത്. നമ്മളിവിടെ ആദ്യം മുതൽ തന്നെ സ്മോൾ ക്യാപ്പ്, മിഡ് ക്യാപ്പ് എല്ലാം തന്നെ പെർഫോം ചെയ്ത് മേലോട്ട് കയറുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ് നമ്മുടെ ഈ ഒരു മാർക്കറ്റിനകത്ത് ഇപ്പം ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാർക്കറ്റ് ടോപ്പ് ആവുകയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. ആവാനുള്ള ചാൻസസ് എന്ന് പറഞ്ഞാൽ വളരെയധികം കുറവാണ്. പക്ഷേ എന്നിരുന്നാലും ബിഗ്ഗീസിൻ്റെ സൈഡിൽ നിന്നുള്ള സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ്. അപ്പോൾ ഇനി ഈ ബിഗ്ഗീസിനെ കവച്ച് വെക്കുന്ന രീതിയിലുള്ള ബൈയിങ് റീറ്റെയിലിൻ്റെ സൈഡിൽ നിന്നും DIയുടെ സൈഡിൽ നിന്നൊക്കെ വന്നാൽ മാത്രമേ നമ്മൾ ഈ ഒരു ബുൾ മാർക്കറ്റ് വന്ന വേഗത്തിൽ തന്നെ എഗെയിൻ മേലിലോട്ട് കയറി പോകത്തുള്ളൂ. അതല്ലെങ്കിൽ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം FIs കൂടെ ബൈ സൈഡിലോട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതെങ്ങനെയാണ് FIs കൂടെ ഇനി ബൈ സൈഡിലോട്ട് വരുന്നത്? ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് വരുമ്പോഴത്തേക്കും ആയിരിക്കും കൂടുതലും FIsന് ബൈ സൈഡിലോട്ട് വരാനുള്ള ചാൻസ് എന്ന് പറയുന്നത്. അതിനുള്ള ടൈം ഏകദേശം ആയിട്ട് വരുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും നമുക്കത് വെയിറ്റ് ചെയ്യേണ്ടി വരും. എങ്ങനെയാണ് അവരും ബൈ സൈഡിലോട്ട് വരുന്നുണ്ടോ ഇല്ലയോ നമ്മൾ നോക്കിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇനി നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, FIs സ്റ്റിൽ സെൽ മോഡിൽ തന്നെ നിൽക്കുകയാണ്. അവരെല്ലാം കവച്ച് വയ്ക്കുന്ന രീതിയിൽ നമ്മുടെ റീറ്റെയിലേഴ്സ് പൈസ കൊണ്ടുവരികയാണെങ്കിൽ നമ്മൾ ആക്ച്വലി ഒരു ബബിൾ ടെറിട്ടറിയിലോട്ട് പോകുന്നതായിരിക്കും. കാരണം റീറ്റെയിലേഴ്സ് മേടിക്കുന്ന സ്റ്റോക്കുകളെന്ന് പറയുന്നത് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള നല്ല ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റിയുള്ള ടൈപ്പ് സ്റ്റോക്കുകളൊന്നുമല്ല. അവർ റീറ്റെയിൽ ഫാൻസിയിലുള്ള സ്റ്റോക്കുകളായിരിക്കും മേടിക്കുന്നത്. ഓൾറെഡി നല്ല രീതിയിൽ റിട്ടേൺസ് തന്നിട്ട് നിൽക്കുന്ന സ്റ്റോക്കുകളായിരിക്കും അവർ മേടിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ബൈയിങ് ആണ് വരുന്നതെങ്കിൽ നമ്മളൊരു ബബിൾ ടെറിട്ടറിയിലോട്ട് പോകുന്നതായിരിക്കും. സ്റ്റോക്കുകളുടെ എല്ലാം വാല്യുവേഷൻസ് വളരെയധികം ഇപ്പോൾ തന്നെ ഹൈ ആണ്. നമ്മൾ നോക്കാൻ നേരത്ത് ഒരു
ഒരു രീതിയിലുള്ള ഏണിങ്സ് ബാക്കപ്പും ഇത്രയധികം റിട്ടേൺസ് തന്നിട്ടുള്ള PSU സ്റ്റോക്കുകളിലൊന്നും തന്നെ നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഇനി മുന്നോട്ട് പോകുമ്പോഴത്തേക്കും എഗെയിൻ അതിൻ്റെ അകത്ത് തന്നെ ബൈയിങ് ആണ് വരുന്നതെങ്കിൽ നമ്മളൊരു ബബിൾ ടെറിലോട്ട് പോവുകയും ആൻഡ് അങ്ങനെ ഒരു ബബിൾ ബേസ്റ്റ് ആവാൻ നേരത്ത് ഓക്കെ ബബിൾ ടെറിൽ പോകുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ആൾക്കാർ ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കുന്നത് ആ ഒരു ബബിളിൻ്റെ അകത്ത് തന്നെയായിരിക്കും. എപ്പോഴും മാർക്കറ്റിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കപ്പെടുന്നത് ബബിൾ ടെറിലോട്ട് സ്റ്റോക്കുകൾ പോകുമ്പോഴത്തേക്കും തന്നെയാണ്. പക്ഷേ എന്നിരുന്നാലും ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബബിൾ ബേസ്റ്റ് ആകുമ്പോൾ ഉള്ള സിറ്റുവേഷൻ എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. കാരണം സ്റ്റോക്കുകൾ വളരെയധികം ഡ്രാസ്റ്റിക് ആയിട്ട് ഫോൾ ആവുകയും അതിൻ്റെ ഫോൾ ആയതിനു ശേഷം തിരിച്ച് കയറി വരാൻ വേണ്ടി നല്ല രീതിയിൽ ടൈം എടുക്കുകയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതാണ് നമ്മുടെ വെറി ചെയ്യുന്ന അടുത്ത് സെക്കൻഡ് ഇഷ്യൂ എന്ന് പറയുന്നത്. നിയർ ടൈമിലുള്ള ഇഷ്യൂ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഇനി നിയർ ടൈമിൽ എങ്ങനെയാണ് പെർഫോം ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഏത് രീതിയിലാണ് ബിഹേവ് ചെയ്യുന്നത് നോക്കാം. ഫാസ്റ്റായിട്ട് ഇടിയാണെങ്കിൽ അത്രയധികം നല്ലത്, നമുക്ക് അഗ്രസീവായിട്ട് ബൈങ് നടത്താം. ഫാസ്റ്റായിട്ട് ഇടിയുന്നില്ല, പതുക്കെയാണ് ഇടിയുന്നതെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റോപ്പ് ലോസുകൾ ഹിറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾ എക്സിറ്റ് ആവുക. ഫ്രഷ് ആയിട്ട് പൊസിഷൻസ് ബിൽഡ് ചെയ്യാതിരിക്കുക. മാർക്കറ്റ് ഒരു എന്താ പറയുക ഒരു കൺഫേം ആയിട്ടുള്ള ഒരു ബുള്ളിഷ് മൊമെൻറ്റം അപ്സൈഡിലോട്ട് തന്നതിന് ശേഷം മാത്രം നിങ്ങൾ പൊസിഷൻസ് ബിൽഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇന്ന് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആൻഡ് ഈ പറഞ്ഞ ടോപ്പിക്കിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ കാര്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ ഞാൻ എനിക്ക് ടൈം കിട്ടുന്നതിനനുസരിച്ചിട്ട് മാക്സിമം കമൻറ്റുകൾക്ക് എന്താ പറയുക മറുപടി തരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാപ്പി ഇൻവെസ്റ്റിംഗ്, ഹാപ്പി ട്രേഡിംഗ്, ഹാവ് എ ഗുഡ് നൈറ്റ്. താങ്ക് യു.